എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമ്മളൊരു കറക്റ്റ് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. ഈ ഒരു കറക്റ്റ് രീതിക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ പ്ലം കേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യമേ തന്നെ രണ്ട് കാര്യങ്ങളൊന്ന് ചെയ്ത് വെക്കണം. ഒന്ന് ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം, അതുപോലെ തന്നെ കാരമൽ സിറപ്പ് റെഡിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 1/3 കപ്പ്, അതായത് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെ ഇനി നമുക്കിതിലേക്ക് 1/3 കപ്പ് 5 ടേബിൾ സ്പൂൺ അളവിൽ ഓറഞ്ച് ജ്യൂസാണ് വേണ്ടത്. ഓറഞ്ച് ജ്യൂസ് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ജ്യൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഓറഞ്ചിൻ്റെ നീര് മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 1/3 കപ്പ്, അതായത് ഒരു 5 ടേബിൾ സ്പൂണോളം ഓറഞ്ച് ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കേക്കിന് വേണ്ടിയിട്ടുള്ള ഗരം മസാലയാണ്. ഈ ഒരു ഗരം മസാല നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാവുന്നുള്ളൂ. ഏലക്കായ, ഗ്രാമ്പൂ, കറുവപ്പട്ട, ജാതിപത്രി, ജാതിക്കയുടെ ഉള്ളിലെ ഒരു കുരുവ്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നല്ല പോലെ തന്നെ പൊടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇനി ഒരു പഞ്ചസാരയുടെയും ഓറഞ്ചിൻ്റെയൊക്കെ ഒരു മിക്സ് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു പഞ്ചസാര എല്ലാം ഉരുക്കിയിട്ട് ചെറിയൊരു ബ്രൗൺ കളർ പോലെ വരണം. അപ്പോൾ ഇതുപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുക്കി ഇതുപോലെ കണ്ടില്ല ഒരു ഹാഫ് സ്ട്രിങ് പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ട് വരുമ്പോഴത്തേക്കും ഇനി നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ ഈന്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് അളവിൽ ചെറി ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുത്താണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ കറുത്ത ഉണക്കമുന്തിരിയാണ്. അതുപോലെ തന്നെ ഇത് 1 ടീസ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ ഒരു മുകളിലുള്ള നൈസ് ആയിട്ടുള്ള ഒരു തൊലി ഒന്ന് ചെത്തിയെടുത്താണ്. ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ചെത്തിയെടുക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് ഭാഗം ഉൾപ്പെടരുത് കേട്ടോ. അപ്പോൾ അതിന് നൈസ് ആയിട്ടുള്ള ഒരു തൊലി മാത്രം ചെത്തി ഇതുപോലെ കട്ട് ചെയ്തിട്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് ഒരു 1.5 മിനിറ്റോളം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് നട്ട്സ് ആണ്. ഇതൊരു 15ഓളം കാഷ്യൂ നട്ടും ഒരു 15 ബദാമും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗരം മസാല ഇല്ലേ, ആ ഒരു കേക്കിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ഒരു ഗരം മസാല, അതൊരു 1/2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇഞ്ചി ഉണക്കിയിട്ടുള്ള ഒരു ചുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ചുക്ക് പൊടിയായിട്ട് നമുക്ക് വാങ്ങിക്കാനാണെങ്കിലും കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അതിൻ്റെ ചൂടിരുന്നൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫ്രൂട്ട്സ് നമ്മൾ ഇതുപോലെ സോക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണേ. എങ്കിൽ ആ ഒരു കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് രണ്ടാമതായിട്ട് റെഡിയാക്കി വെക്കേണ്ടത് കാരമൽ സിറപ്പാണ്. കാരമൽ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് എടുക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് വെതറിയിട്ട് കൊടുക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ട് ഇതുപോലെ ഉരുകി ചെറിയതായിട്ട് കളർന്ന് മാറി വരാൻ തുടങ്ങും. ഇതുപോലെ കളർ മാറി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു പാനിൻ്റെ പിടി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കളർ ഏകദേശം ഇതുപോലെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി നമുക്കൊരു തവിയോ വെല്ലം വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തിന് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞങ്ങ് ഒരുപാടങ്ങ് കളർ മാറിപ്പോവും. അപ്പോൾ കാരമൽ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇത് ഒരുപാടങ്ങ് കരിഞ്ഞങ്ങ് ഡാർക്ക് കളറായിട്ട് പോകരുത്. കാരമൽ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കേക്കിനും ആ ഒരു കരിഞ്ഞ ഒരു ചുവ വരും. അപ്പം നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 1/3 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ വെള്ളമുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂണിലാണെങ്കിൽ ഒരു 7 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മാറി നിന്നിട്ട് വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഒരു പാൻ അത്രയും ചൂടായിട്ട് കിടക്കുകയാണ്. നമ്മളൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇതുപോലെ തെറിക്കും. അപ്പോൾ നമ്മളൊന്ന് മാറി നിന്നിട്ട് വേണം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക.
ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ കറക്റ്റ് ഒരു കളർ കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരമൽ സിറപ്പ് ഒക്കെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കണേ, എങ്കിൽ അതിന്റെ ചൂട് നല്ല പോലെ തന്നെ കുറയത്തുള്ളൂ. അപ്പോൾ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മളൊരു 3-4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷവും പിന്നെ കാരമൽ സിറപ്പിന്റെ ചൂട് നല്ല പോലെ തന്നെ പോയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ്, അതായത് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ മാത്രം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. 1 നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ ഒരു ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്ത ഒരു ഗരം മസാല തന്നെ അതൊരു 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക മാത്രം പൊടിച്ചെടുത്താണ് കേട്ടോ ഇത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ കേക്കിന് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം തന്നെ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പൊടിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇളക്കിയിട്ടെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഫ്രൂട്ട്സുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ എല്ലാ ഭാഗത്തും ആ ഒരു ഫ്രൂട്ട്സ് അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഈ ഒരു കേക്കിന്റെ അടിഭാഗത്ത് മാത്രമായിട്ട് ഈ ഒരു ഫ്രൂട്ട്സുകളൊക്കെ പോയി കിടക്കും. വീണ്ടും ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതുപോലെ ഈ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു സൈഡിലും ബട്ടർ പേപ്പർ ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു സൈഡിൽ ഇതുപോലെ ഒരു ഓയിലൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 100 ഗ്രാം അളവിൽ ബട്ടറാണ് കേട്ടോ. ബട്ടർ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടർ ആണെങ്കിൽ പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ എടുക്കാവുള്ളൂ. ബട്ടറിന് പകരമായിട്ട് നമുക്ക് 100 ഗ്രാം അളവിൽ മാർഗറൈൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബേക്കറികളിലൊക്കെ ചെയ്യുന്ന സമയത്ത് മാർഗറൈനിലും അല്ലെങ്കിൽ ബട്ടറിലും ആണ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ബേക്കറികളിലൊക്കെ കൂടുതലും മാർഗറൈൻ തന്നെയാണ് എടുക്കുന്നത്. കാരണം ബട്ടറിനേക്കാളും ചിലവ് കുറവ് മാർഗറൈൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന 100 ഗ്രാം അളവിൽ ഉപ്പില്ലാത്ത ബട്ടറോ അല്ലെങ്കിൽ മാർഗറൈനോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ബീറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് എടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് ഈ ഒരു ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ ബട്ടർ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ചെടുത്ത പഞ്ചസാരയുടെ അളവാണ് 1/2 കപ്പ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൂറ്റി ചേർത്ത് കൊടുക്കാം. മുട്ടയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് നല്ല പോലെ തന്നെ തണുപ്പ് പോയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. മുട്ടയും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു പൈനാപ്പിൾ എസൻസ് ഒരു 4 ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് ഒരു 4 ഡ്രോപ്പൊക്കെ മതി. ഒരു 4 തുള്ളി പ്ലം എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടില്ല, ഇതുപോലെ പ്ലം എസൻസ് ഒരു 4 ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഡ്രോപ്പ് ഓറഞ്ച് എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഓറഞ്ച് എസൻസും പ്ലം എസൻസും പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് കൂടി പോരുത് കേട്ടോ. എല്ലാം ഒരു 4 തുള്ളി വെച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പശുവിൻ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന ഒരു കാരമൽ സിറപ്പില്ലേ, ആ ഒരു കാരമൽ സിറപ്പിൻ്റെ ചൂടൊക്കെ നല്ല പോലെ തന്നെ പോയി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പോലെ തന്നെ തണുത്ത കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇത് കണ്ടതിൻ്റെ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പൊടികൾ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വിസ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം കുറച്ചൊരു ബലം ഉണ്ടാകും കേട്ടോ. ആ ഒരു ഫ്രൂട്ട്സ് അത്രയും കട്ടിയായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ആദ്യം കുറച്ചൊരു ബലം ഉണ്ടാകും നമ്മൾ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത്. ഇനി അഥവാ നിങ്ങൾ ബീറ്ററാണ് എടുക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ തന്നെ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഇത് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. വിസ്ക് ഉപയോഗിച്ചാലും ആദ്യം ഒരു ബലം ഉണ്ടാവുന്നുള്ളൂ, പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ ഈ ഒരു കേക്കിന്റെ ബാറ്റർ ഇരിക്കേണ്ടത്. കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്, ലൂസ് ആയിട്ടല്ല നമ്മുടെ ഒരു കേക്കിന്റെ ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ ഒരു കേക്കിന്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒരു കേക്ക് ടിന്നിലേക്ക് ഞാനൊരു കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ലെവലായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഒരു കേക്ക് ബേക്കായി വരുന്ന സമയത്ത് കാണാൻ കുറച്ചും കൂടി നല്ലൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ കാഷ്യൂനട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നിരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ്. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 4-5 ടൂട്ടി ഫ്രൂട്ടിയും ഇതിന്റെ നടുക്കായിട്ട് ഒരു 2-3 കാഷ്യൂനട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇതിവിടെ ബേക്ക് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓവനിൽ വെച്ചിട്ടല്ല കേട്ടോ. ഓവനിലാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 160°C ഒരു 60 മിനിറ്റ് ഒക്കെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ ബിരിയാണിക്ക് വെക്കുന്ന ഒരു അലുമിനിയത്തിന്റെ ചെമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ വേണം. അതുപോലെ തന്നെ ഇതുപോലെ ഫുള്ളായിട്ട് കവറായിട്ട് ഇരിക്കുന്ന ഒരു മൂടിയുള്ള പാത്രം നമ്മൾ എടുക്കാവുള്ളൂ. ഈ ഒരു പാത്രം ഒരു 10 മിനിറ്റോളം തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഞാനിന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനി ഒരു പാത്രം തുറന്നതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഒരു കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. നമ്മളൊക്കെ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് കേക്ക് ബേക്കായിട്ട് വരുന്നൊരു സമയം കൂടിയോ കുറഞ്ഞൊന്നോ ഇരിക്കാം. ഏറ്റവും തീ കുറച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു 60 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിരുന്നു. എന്നിട്ട് നമ്മളൊരു കത്തിയോ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക. ആ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 60 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ നടുഭാഗം കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു കേക്ക് ബേക്കായി വന്നിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് 60 മിനിറ്റും പിന്നെ ഒരു 10 മിനിറ്റും കൂടെ ഞാൻ എക്സ്ട്രാ വെച്ചിരുന്നു. തീയെ നല്ല പോലെ തന്നെ നമ്മൾ കുറച്ച് വെച്ചാണ് കേട്ടോ ബേക്ക് ചെയ്യേണ്ടത്. ഈ ഒരു കേക്ക് ടിന്നിലിരുന്ന് കേക്കിന്റെ ചൂട് നന്നായിട്ട് പോയതിനു ശേഷം മാത്രം വേണം നമ്മൾ ഇതുപോലെ വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബട്ടർ പേപ്പറിൽ എടുത്ത് നമുക്കങ്ങ് കളഞ്ഞേക്കാം. ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു പ്ലം കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിൽ എങ്ങനെയാണ് പ്ലം കേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓവനില്ലാതെയും പ്ലം കേക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും മുകൾ ഭാഗം. അത്രയേ ഉള്ളൊരു വ്യത്യാസം. പ്ലം കേക്ക് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ മുറിക്കരുത്. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഒരു ദിവസമെങ്കിലും നമ്മളൊരു ബട്ടർ പേപ്പറിൽ വല്ലതും പൊതിഞ്ഞൊന്ന് വെക്കുക. അതിനുശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യുന്നത് ഒരു ദിവസം ഒന്ന് വെച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അകത്തെ ഒരു ടെക്സ്ചറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബേക്കറി സ്റ്റൈൽ പ്ലം കേക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ എങ്ങനെയാണ് പ്ലം കേക്ക് വാങ്ങി കഴിക്കുന്നത് അതിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.